അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്. ഹദീസുകളിലെ അമീറായിരുന്നു ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്. വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ കിതാബാണ് ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബായ ബുഖാരി, സഹീഹുൽ ബുഖാരി. അതുകൊണ്ട് നാം പഠിക്കുവാനും അത് ഒരു പ്രാവശ്യമെങ്കിലും ഖത്തുമാക്കുവാനും നാം ശ്രമിക്കുക. അത് നന്നായി പഠിക്കുകയും ചെയ്യുക. ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു വളരെയധികം പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു. മഹാനവറുകൾ വളരെയധികം വിജ്ഞാനത്തിൻ്റെയും പ്രൗഢമായിരുന്നു. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുകയും ആ ഇൽമുകളെ നാം നാഫിയാക്കുവാനും നാം ശ്രമിക്കുക. ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തൈൻ. രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം ധനം നൽകിയിട്ടുണ്ട്. ആ ധനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നല്ല ജനങ്ങളെ സഹായിക്കും, സമൂഹത്തിലെ പാപങ്ങളെ സഹായിക്കും. വേറെ ഒരാൾ അദ്ദേഹത്തിന് ധാരാളം വിജ്ഞാനം നൽകിയിട്ടുണ്ട്. ആ വിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയും അവരെ നന്മയിലേക്ക് ക്ഷണിക്കുകയും ജനങ്ങൾക്ക് ഇൽമുകളെ പകർന്നു കൊടുക്കുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ധാരാളം നാഫിയായ ഇൽമിനെ നാം തേടുക. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല നൽകുകയും ചെയ്യുമാറാകട്ടെ.